സിന്ദൂരരേഖ ഭാഗം 68. മനു അവളി പറയുന്നതെല്ലാം നോക്കിയിരുന്നതല്ലാതെ ഒന്നും തിരികെ പറഞ്ഞില്ല. ഉണ്ണിയാണെങ്കിൽ അവൾ പറയുന്നത് കേട്ടിരുന്നതല്ലാതെ അവൻ അവളോടായി മറുപടിയൊന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹലോ ഉണ്ണിയേട്ടാ, കേൾക്കുന്നില്ലേ? ആ കേൾക്കാം, പറയേട്ടത്തി. ഉണ്ണിയേട്ടൻ ഇങ്ങോട്ട് പറയ്, വേദനയുണ്ടോ? ഇല്ല, ഇപ്പോൾ കുറവുണ്ട്. കാലിലിപ്പോൾ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ട്. എന്നാലും ഏട്ടത്തി എങ്ങനെ? ഉണ്ണിക്ക് അപ്പോഴും സംശയം മാറിയിട്ടില്ല. അവനത് അവളോട് ചോദിക്കുകയും ചെയ്തു. എന്നോട് മനുവേട്ടൻ പറഞ്ഞു. മനുവേട്ടൻ പറയും മുന്നേ ഞാൻ ഇക്കാര്യം കണ്ടുപിടിച്ചു. അതെങ്ങനെ? മനുവേട്ടൻ ഉണ്ണിയേട്ടനൊരു മെസ്സേജ് അയച്ചിരുന്നില്ലേ? എന്ത് മെസ്സേജ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാലിന് വേറെ വേദനയൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്. അമ്മാളു അവൻ അയച്ച മെസ്സേജ് അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനോടായി ചോദിച്ചു. ഓ, ഡിറ്റക്റ്റീവ് സംസ്കൃതി. ഉണ്ണി അപ്പോൾ തന്നെ അവളെ കളിയാക്കുന്ന രീതിയിൽ തിരികെ പറഞ്ഞു. നിങ്ങൾ ഏട്ടനും അനിയനും കൂടി ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ നോക്കുമ്പോൾ എന്നെ ഓർക്കണം. ഐ വിൽ ഫൈൻഡ് എവറിത്തിങ്. അമ്മാളു വലിയ കാര്യം പറയും പോലെ പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കി. കുറച്ചു നേരം ഉണ്ണിയോട് സംസാരിച്ചു കഴിഞ്ഞ് അമ്മാളു ഫോൺ വെച്ചു. മനുവിനെ നോക്കിയപ്പോൾ അവൻ ഈ നേരം അത്രയും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താ? അവന് നേരെ നോക്കിക്കൊണ്ട് അവൾ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ഒന്നുമില്ല. ദേവനിലയത്തിൽ പോണ്ടേ? അവൾ ചോദിച്ചതും അവൻ പോകാവുന്ന രീതിയിൽ തലയാട്ടി. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അമ്മാളും അമ്മയുടെ മുറിയിലേക്ക് നടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മാളും അമ്മയോട് ചോദിച്ച് സമ്മതമൊക്കെ വാങ്ങി തിരികെ മുറിയിലേക്ക് വന്നു. വാ മനുവേട്ടാ, പോവാം. അവൾ വന്ന് പറഞ്ഞതും മനു സംശയത്തോടെ നോക്കി. അമ്മ സമ്മതിച്ചോ? ഉവ്, സമ്മതിച്ചു. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കണ്ടെന്ന് അമ്മയും പറഞ്ഞു. ദേവനിലയത്തേക്ക് തന്നെ പൊക്കോന്ന് പറഞ്ഞു അമ്മ. അമ്മാള് പറയുന്നുണ്ട്. അതിനിടയിലായി തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിലാക്കുന്നുണ്ട്. തിരികെ ദേവനിലയത്തിലേക്ക് പോകുമ്പോൾ അധികം സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്ന അമ്മാളുവിനെ മനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തൊക്കെയോ ചിന്തകളിലാണ് എന്ന് മനസ്സിലാക്കി മനു അവളെ ശല്യം ചെയ്യാനും നിന്നില്ല. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഉണ്ണിയെ കണ്ടപ്പോഴാണ് അമ്മാളുവിന് അല്പമെങ്കിലും ഒരു ആശ്വാസം തോന്നിയത്. കാരണം കുഴപ്പമൊന്നുമില്ല എന്ന് ഉണ്ണിയും മനുവും പറഞ്ഞുവെങ്കിലും അത് അവൾക്കത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസനീയമായിരുന്നില്ല. അതുകൊണ്ട് അവനെ കാണുന്നത് വരെ അവളുടെ ഉള്ളിൽ ആ ഒരു ആദി ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ അമ്മാളും മനുവിനോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവളിങ്ങനെ സംസാരിക്കാതിരിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തറവാട്ടിൽ നിന്ന് പോരുന്നത് വരെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇവിടെ വന്നതിന് ശേഷം സംസാരിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് സംസാരിക്കുന്നില്ല. അവളിലെ ചെറിയ കാര്യം പോലും മനസ്സിലാക്കുന്നത് പോലെ മനുവിനത് എളുപ്പം മനസ്സിലാവുകയും ചെയ്തിരുന്നു. അവൻ ചോദിക്കുന്നതിന് മുക്കിയും മൂളിയും ഓരോന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അവൾ ഉണ്ണിയോട് മര്യാദയ്ക്ക് തന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. രണ്ടുപേരും കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ തന്നോട് അവൾ എന്താണ് മര്യാദയ്ക്ക് സംസാരിക്കാത്തത് എന്ന ചിന്തയായിരുന്നു മനുവിൽ അന്നേരം നിറഞ്ഞു നിന്നിരുന്നത്. അമ്മാളു രാത്രി കിടക്കാൻ നേരം പോലും ഒന്നും സംസാരിക്കാത്ത നേരെ കട്ടിലേക്ക് കയറി കിടന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് മനുവും കട്ടിലേക്ക് കിടന്നുകൊണ്ട് അവളെ വിളിച്ചു. എന്താ? അല്പം പരുക്കമായ ശബ്ദത്തിൽ തന്നെയായിരുന്നു അവളും തിരികെ ചോദിച്ചത്. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അതിലെന്തോ ഒരു വശപ്പുശുള്ളതായിട്ട് മനുവിന് തോന്നാതിരുന്നില്ല. തറവാട്ടിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ ഒന്നും സംസാരിക്കാതെയും പറയാതിരിക്കുന്നത്? മനുവേട്ടൻ ഇനിയും എന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? യെസ്. അമ്മാൾ ചോദിച്ചതിന് പിന്നാലെ തന്നെ അവൻ്റെ ഉത്തരവും എത്തിയിരുന്നു. ആരാ ഈ അനവദ്യ? അവൻ അങ്ങനെ വീറോടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ അടുത്ത ചോദ്യവും എത്തി. അവളുടെ ആ ചോദ്യത്തിൽ തൻ്റെ അരികിൽ കിടക്കുന്നവൻ ഞെട്ടലോടെ തന്നെ നോക്കുന്നത് അമ്മാളു ഇരുട്ടിലും അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ അവൻ കിടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ നിന്നില്ല. നിനക്ക് ഹൗ ഡു യു നോ ഹർ? ഒരുതരം പകപ്പോടെ ആയിരുന്നു അവൻ അവളോടത് ചോദിച്ചത്. അവൻ അങ്ങനെ ചോദിച്ചിട്ടും കുറച്ചു നേരത്തേക്ക് അവളൊന്നും അവനോട് പറഞ്ഞില്ല. അമ്മു, ഐ എം ആസ്കിങ് ടു യു. നിനക്ക് അവളെ എങ്ങനെ അറിയാം? ഇത്തവണ അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയാണത് ചോദിച്ചത്. എനിക്കറിയാം അവളെ. ഇപ്പോഴല്ല, നമ്മൾ ഹൈദരാബാദിൽ പോയ സമയത്ത് അവൾ എന്നെ വിളിച്ചിരുന്നു. അവൾ നിന്നെ... വെയിറ്റ്, എന്നിട്ട് നീ എന്നോട് ഇപ്പോഴാണോ പറയുന്നത്? ഞാൻ ഇങ്ങനെ ഒരു കാര്യം അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മയാ പറഞ്ഞത് മനുവേട്ടനോട് ഇപ്പം ഇതൊന്നും പറയണ്ടെന്ന്. എന്നിട്ട് പിന്നെ ഇപ്പം എന്തിനാ പറയാൻ നിന്നത്? അമ്മ പറഞ്ഞു അത് നിങ്ങളോട് പറഞ്ഞേക്കാൻ. ഡാമൻ. അവൻ ദേഷ്യത്തിൽ പിറുപിറുത്തോണ്ടിരുന്നു. മനുവേട്ടൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ആരാ ഈ അനവദ്യ? അനവദ്യ. ഷീ
ഈസ് ദ റീസൺ വൈ ഐ ആം ലൈക്ക് ദിസ്. എൻ്റെ ജീവിതത്തിൻ്റെ കറുത്ത അധ്യായങ്ങൾ. ആൻഡ് ഷീ ഈസ് ദ റീസൺ. മനു പറഞ്ഞപ്പോൾ അമ്മാളുവിന് അവളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അവൻ അങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ അവൾ ഒന്നാകെ ഞെട്ടിപ്പോയിരുന്നു. മനുവേട്ടാ. പകപ്പോടെ അവൾ അവനെ വിളിച്ചു. യെസ്, നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഡോക്ടർ മാനവർമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കേട്ടാൽ നിനക്കത്ര സുഖകരമായിരിക്കില്ല. എനിക്കറിയാം. കേൾക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഏകദേശം ഒരു രൂപധാരണ എനിക്കുണ്ട്. പക്ഷേ മറ്റാരിലും അത് നിങ്ങളിൽ നിന്ന് തന്നെ അറിയണം എന്നൊരു വാശിയും എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾക്കും ഞാൻ മറ്റാർക്കും ചെവി കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കുകയില്ല. നീ കേൾക്കണമായിരുന്നു. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നീ അറിയണമായിരുന്നു. എന്നിട്ട് വേണ്ടിയിരുന്നു നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ. നമുക്കിടയിലേക്ക് മൂന്നാമതൊരാളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ പറയും എന്നൊരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. യെസ്, ഞാനായിട്ട് തന്നെ പറയാം. നീ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ തന്നെ നിന്നോട് പറയാം. വെയിറ്റ് മനുവേട്ടാ, ഇന്നലെ രാത്രി നിങ്ങൾ ആരെ എന്താ ചെയ്തത്? പെട്ടെന്ന് അമ്മാളും എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ചോദിച്ചതും പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അവനാകെ ഞെട്ടിപ്പോയിരുന്നു. എന്ത് പറയണമെന്നറിയാത്ത രീതിയിലായിരുന്നു അവൻ അന്നേരം അവളുടെ മുഖത്തേക്ക് നോക്കിയത്. ഡോണ്ട് ബി പാനിക് മനുവേട്ടാ. എനിക്കൊന്നും അറിയില്ല. പക്ഷേ എല്ലാം എനിക്കറിയണം. തീർപ്പ് പോലെ അമ്മാൾ പറഞ്ഞതും മനു അവളെ തന്നെ നോക്കിയിരുന്നു പോയി. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യങ്ങളും അവളോട് പറയേണ്ടി വരുമെന്ന് അവളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ താൻ മനസ്സിൽ തീരുമാനിച്ചതാണ്. അത് താനായിട്ട് പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെന്നതിനേക്കാൾ ഉപരി താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കാര്യങ്ങൾ താൻ തന്നെ അവളോട് പറയണം എന്നുള്ളൊരാഗ്രഹം തൻ്റെ മനസ്സിലും തോന്നുന്നുണ്ടായിരുന്നു. കേൾക്കാൻ അത്ര സുഖകരമല്ലാത്തതും അവൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അത് തങ്ങൾക്കിടയിൽ നിന്നും മൂന്നാമതൊരാൾ പറഞ്ഞറിയുന്നതിലും നല്ലത് ഞാൻ തന്നെ അവളോട് പറയുന്നതാണെന്നും മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ ഒരുപിടി തെറ്റുകളും അതിനേക്കാളുപരി ശരികളും തൻ്റെ ഭാഗത്തുണ്ട്. എങ്കിലും അത് മറ്റൊരാൾ കേൾക്കുമ്പോൾ തെറ്റുകളും ശരികളും ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് തനിക്കറിയില്ല. അവളെ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മനസ്സിലൊരു കരട് പോലെ കിടക്കുന്ന കാര്യങ്ങളാണ് അവളോടിപ്പോൾ തുറന്നു പറയാൻ പോകുന്നത്. ഇനി അവളോട് പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു 10% അവൾക്ക് അറിയാനാകും. എങ്കിലും അതിൽ കൂടുതലും അവൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. ഒരുപക്ഷെ ഇനി ഈ ജീവിതത്തിലേക്ക് അവൾ തിരികെ വരില്ല എന്നൊരു തീരുമാനം പോലും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവൾ എടുത്തേക്കാം എന്നവന് തോന്നി. പക്ഷേ എന്നിരുന്നാലും ജീവിതത്തിൽ ഇനിയൊരു മുന്നോട്ട് പോക്ക് ഈ കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞതിന് ശേഷം മാത്രം മതി എന്ന് മനസ്സും പറയുന്നത് പോലെ പലപ്പോഴും അതിര് കവിഞ്ഞ് അവളിലേക്ക് അടുത്തു പോകുന്ന മനസ്സിനെ കടിഞ്ഞാനിട്ട് നിർത്തിയിരിക്കുകയാണ് ഈയൊരു കാര്യം കൊണ്ട് മാത്രം. അല്ലെങ്കിൽ പണ്ടേ തന്നെ മനസ്സും ശരീരവും കൊണ്ട് തങ്ങൾ ഒന്നായി തീരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവളെ താൻ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനുവേട്ടാ. എന്തൊക്കെയോ ആലോചിച്ച് വെറുതെ കണ്ണു തുറന്നിരിക്കുന്നവനെ അമ്മാള് വിളിച്ചു. ഗിവ് മി യുവർ ഹാൻഡ്സ്. അവളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചതും യാതൊരു മടിയും കൂടാതെ തന്നെ അവൾ തന്നെ ഇരു കൈകളും അവൻ്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചിരുന്നു. ഐ ലവ് യു. ഐ കാൺട്ട് സേ ദാറ്റ് യു ആർ മൈ ഫസ്റ്റ് ലവ്, ബട്ട് ഐ പ്രോമിസ് യു, യു ആർ ദ ലാസ്റ്റ് ലവ് ഇൻ മൈ ലൈഫ്. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. ഒരുതരം അത്ഭുതം നിറഞ്ഞ ഭാവമായിരുന്നു അവളുടെ കണ്ണുകളിൽ അന്നേരം നിറഞ്ഞിരുന്നത്. ചെറിയ കുട്ടികളുടെ നിഷ്കളങ്കതയോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവളെ നോക്കി അവനൊന്ന് നിശ്വസിച്ചു. ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു തീർക്കണമെന്ന കാര്യവും അവൻ മനസ്സിൽ തീരുമാനിച്ചു. തൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് തന്നെയാണ് അവൻ നോക്കിയിരിക്കുന്നത്. എങ്കിലും അവൻ മറ്റെന്തൊക്കെയോ ആലോചനകളിലാണ് എന്നവൾക്ക് മനസ്സിലായി. മനുവേട്ടാ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ അവനെ വിളിച്ചു. പെട്ടെന്ന് കണ്ണുകളൊന്ന് ചിമ്മി തുറന്നുകൊണ്ട് അവൾ അവനെ ഒന്ന് നോക്കി. ശേഷം നേർമയായൊന്ന് പുഞ്ചിരിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാൻ പോവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനം നിനക്കെടുക്കാം. മനു പറഞ്ഞതും അമ്മാളുവും അതിന് തലയാട്ടി സമ്മതിച്ചു. പക്ഷേ മുന്നേ തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അവളുടെ മനസ്സിലെ തീരുമാനത്തെ വ്യത്യാസം ഉണ്ടാക്കുവാൻ പോകുന്നില്ല എന്നത് അവളേക്കാൾ നന്നായിട്ട് അവൻ അറിയായിരുന്നു. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് എന്നതുപോലെ അവൻ അവളോടത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.